ഞാൻ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് താമസിച്ച് പോയി. എനിക്കതിനൊരു കാരണമുണ്ട്, അതുകൊണ്ട് ദൈവം ക്ഷമിക്കുമായിരിക്കും. എന്തായാലും എണീറ്റപ്പോൾ 8:30 അതിനുശേഷം ഞാൻ ഒന്ന് കുളിച്ചു, അമ്പലത്തിൽ പോയി, വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി. തൊട്ടടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെ പോയി തൊഴുതു. ഇപ്പോൾ സമയം 11:45. ബാക്കി ഞാൻ വീഡിയോ എടുക്കാം. സമയം 3:25, അതായത് 3:30. തലവേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയും തലവേദന എടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ രാവിലെ എണീറ്റ് ചായയോ പാലോ എന്തെങ്കിലുമോ കുടിക്കാറുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഞാൻ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട്, ചായയോ പാലോ ഒക്കെ കുടിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊന്നും കുടിക്കാത്തതുകൊണ്ടായിരിക്കും. നല്ല തലവേദനയുണ്ട്. അത് കണ്ണ് വരെ വേദന എടുക്കുന്നുണ്ട്. ഈ വലത്തെ കണ്ണും വേദന എടുക്കുന്നുണ്ട്. തലവേദന എടുത്തിട്ട് തലയുടെ മുകളിലോട്ടില്ല, നെറ്റിയും കണ്ണും ഒക്കെയാണ് വേദന എടുക്കണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ വിചാരിച്ച് വേണ്ട, മുറിച്ചേക്കാം എന്ന് വരെ ഞാൻ ഒരു 11:30-12 മണിയായപ്പോൾ തലവേദന എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ ആഗ്രഹം വിചാരിക്കാതെ എടുക്കണമല്ല, ആഗ്രഹം വിചാരിച്ചെടുക്കുന്നതാണ്, അതും 2 ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വേണ്ട, ഒരാഗ്രഹം വിചാരിച്ചല്ലേ എടുക്കണം, ആഗ്രഹം നടന്ന് കിട്ടാൻ വേണ്ടി വ്രതം എടുത്തേക്കാം. അതുപോലെ സാധാരണ വ്രതം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ വളരെ കുറച്ച് വ്രതങ്ങളെ ഞാൻ ലിമിറ്റ് ചെയ്ത് എടുക്കാറുള്ളൂ. എടുക്കണത് ഇങ്ങനത്തെ വ്രതമായിരിക്കും, കുറച്ച് കഠിന വ്രതമായിരിക്കും, അതാണ് അതിൻ്റെ കാര്യം. എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുറിക്കണതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കാൻ തന്നെ വിചാരിച്ചു. ഇപ്പോൾ 3:30 ഇപ്പോൾ, അതായത് ഒരു 4 മണിയാവാറായി. ഇനി ഒരു 2-4 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാം. ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ പോയി ഞാൻ എൻ്റെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഇനി നാളെ വ്ളോഗ് ചെയ്യുള്ളൂ. അല്ല, ചെറുതായിട്ട് എന്തെങ്കിലും വ്ളോഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളതായതുകൊണ്ട് ഞാൻ നാരായണി എഴുതി. ഞാൻ അത് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കോവിലിൽ പോണതിന് മുമ്പായിട്ട് ഒരു ദശകം നാരായണി എഴുതി. പിന്നെ ഇന്ന് തുളസി ചെടിയെ 7 തവണ ഇങ്ങനെ ചുറ്റി പ്രാർത്ഥിക്കണം, നല്ലതാണെന്ന് പറയും. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. അല്ലെങ്കിൽ വേറൊരു മന്ത്രമുണ്ട് ലക്ഷ്മി ദേവിയുടെ, അതേതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ലക്ഷ്മി ദേവിയുടെ മന്ത്രം എനിക്ക് കാണാതെ അറിയില്ല, അപ്പം അത് ഞാൻ എഴുതിയൊക്കെ പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഭഗവതേ വാസുദേവായ നമ അതാണ് പറഞ്ഞത്. 7 തവണ പറഞ്ഞു. തലത ഇവിടെ 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 ഇങ്ങനെയൊക്കെ വേദനിക്കുന്നുണ്ട്. പൊതുവേ എനിക്കങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നാലോ വ്രതം എടുക്കുമ്പോഴോ ഒരു പ്രശ്നമുള്ളതല്ല. പിന്നെ കഠിന വ്രതമല്ലേ, ചിലപ്പോൾ ദൈവം അത് സാധിച്ചു തരാൻ വേണ്ടി പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരണുണ്ട്, നിൽക്കണില്ല സത്യം പറഞ്ഞതാ. കാണിച്ചു തരാം. ഇതാ കണ്ട, കണ്ണിൽ നിന്ന് വെള്ളം വരണുണ്ട്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് വ്രതം എടുക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതാണ്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും 2 പക്ഷം ആണല്ലോ അഭിപ്രായം. അപ്പം മനുഷ്യൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അത് അവനവൻ്റെ വിശ്വാസത്തെ ഇതാണ്. ഞാനും നിർജ്ജല ഏകാദശിയാണെന്ന് അറിഞ്ഞു വെച്ച് തന്നെയല്ലേ എടുക്കണം. അതുപോലെ എനിക്ക് ദൈവം സഹായിച്ച് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. ഭാവിയിലിപ്പോൾ നമുക്ക് അങ്ങനെയല്ല, എന്തായാലും നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ട് വ്രതം എടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ തിങ്കളാഴ്ച വ്രതമൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എടുത്തിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്, രാവിലെ തൊട്ട് ഫുഡ് കഴിച്ചുകൂടാ. പക്ഷേ തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് രാത്രി 7 മണിക്ക് ഫുഡ് കഴിക്കാം. പക്ഷേ എന്നാലും തലവേദനയും കാര്യങ്ങളൊന്നും എടുത്തതായിട്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല.
പിന്നെ ഇതൊരു ദിവസത്തെ വ്രതമാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ മനസ്ഥിതി അനുസരിച്ചാണ്. എടുത്താലേ ദൈവം രക്ഷിക്കും അങ്ങനെയൊന്നുമില്ല. ആഹാരം കഴിച്ച് വ്രതം എടുക്കണവരുണ്ട്, അങ്ങനെയും ഉണ്ട്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു ആരോഗ്യസ്ഥിതി മരുന്ന് കഴിക്കാനൊക്കെ ഉള്ളവർക്ക് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ, ആഹാരം കഴിച്ചേ പറ്റില്ല, ഈ തലകറങ്ങി വീണു എന്നുള്ളവർ ആ രീതിക്കൊക്കെ എടുക്കണവരുണ്ട്. ഇത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എൻ്റെ ബോഡിയെ ഇത് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബോഡിക്ക് സത്യം പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ പോലും ഇത് ഒരു വിശ്വാസമാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ആരും അടിച്ചേൽപ്പിച്ചെടുക്കണമല്ല, എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടൊന്നും എടുക്കണമല്ലല്ലോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുക്കുന്നു. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ സഹിക്കേണ്ടിയും വരും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ആരും എടുക്കാൻ വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല. ഞാൻ ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി ആഗ്രഹവും കൂടി ഞാൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അത് ആഗ്രഹം നടക്കാതെ പറഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തില്ലെങ്കിൽ ഒരു മെമ്മറിക്ക് വേണ്ടി ആഗ്രഹം നടന്നോ ഇല്ലയോ എന്നൊക്കെ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹവും കൂടി പറഞ്ഞേനെ. പക്ഷേ തൽക്കാലം അത് പറയുന്നില്ല. ഞാൻ എഴുതി വെക്കണോ എവിടെയെങ്കിലും എങ്കിലേ ഓർമ്മ കാണുള്ളൂ. എന്തായാലും അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ചെറിയ തലവേദന ഉണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തൊക്കെ ഓക്കെയാണ്. വിശപ്പൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ തലവേദന എനിക്ക് അങ്ങനെ വരാറില്ല, അതായത് വ്രതം എടുക്കുമ്പോഴൊന്നും വരാറില്ല. പക്ഷെ ഇപ്പോൾ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. നല്ല തലവേദനയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി വൈകുന്നേരം എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ക്ലിപ്പ് എടുക്കാം. ഇതാ ഇപ്പോൾ സമയം പറഞ്ഞാൽ 7:54, അതായത് 8 മണിയാവാറായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ടാരോ റീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും, കിടന്നുറങ്ങും. സത്യം പറയാമല്ലോ, ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇതുവരെ എനിക്ക് വിശക്ക് ദാഹിക്കുക ചെയ്തിട്ടില്ല. പക്ഷെ തലവേദന എന്ന് പറഞ്ഞത് ഇവിടം തൊട്ട് ഇതുവരെയും ഈ കണ്ണും തലവേദന എടുത്തിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. കുറേ നേരമായി, ഉച്ച തൊട്ട് തലവേദനയുണ്ട്. ഇടയ്ക്ക് കുറച്ച് നേരം ഇല്ലായിരുന്നു, വീണ്ടും തലവേദന വന്നു. ഇനി ഉറങ്ങി കഴിച്ച് നാളെ 6 മുതൽ 8 മണിക്കുള്ളിൽ തീർത്ഥം കഴിക്കണമെന്നാണ്. അപ്പോൾ ഏകാദശി വ്രതത്തിൻ്റെ ഇത് അവസാനിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് പോയി ഒന്നുകൂടി വീഡിയോ കണ്ടിട്ട് പോയി അത് കഴിക്കണം, തീർത്ഥം കുടിക്കണം. കുടിച്ചിട്ട് വന്നിട്ട് നാളെ ഞാൻ വിചാരിക്കുന്നത് ഒരു നേരം അരിയാഹാരം കഴിക്കാം, ഉച്ചയ്ക്ക് ഊണായിട്ട്. ബാക്കി രാവിലെയും രാത്രിയും ഗോതമ്പ് കഴിക്കാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ലഡുവോ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം. എന്തായാലും വെജ് നാളെയും കഴിക്കുകയുള്ളൂ, നോൺ വെജ് ഒന്നും നാളെയും കൂടി കഴിക്കില്ല. 3 ദിവസത്തെ വ്രതമായിട്ടാണ് പറയുക. അപ്പോൾ നാളെ കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് നോൺ വെജ് നാളെ ഒഴിവാക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. തലവേദന എടുക്കുന്നുണ്ട്. കുറച്ച് ടാരോ റീഡിങ് എന്തെങ്കിലും പറ്റുമെങ്കിൽ ചെയ്തിട്ട് ടാരോ റീഡിങ് കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. 8 മണിയായി, ഇനി ഉറങ്ങാം. 9-9:30 കഴിയുമ്പോഴത്തേക്ക് ഞാൻ കിടന്ന് നോക്കും. എനിക്ക് തലവേദന കൂടി ഉള്ളതുകൊണ്ട് എപ്പോൾ ഉറക്കം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഞാൻ 1 മണിക്ക് 2 മണിക്കാണ് ഉറങ്ങാറ്. ഇത് ഇന്നലെ നേരത്തെ ഉറങ്ങി, 12 മണിയൊക്കെ ആയപ്പോഴേ ഉറങ്ങി. എന്നിട്ട് ഇനി ഇന്നത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശ്രമിച്ചു നോക്കും, എപ്പോൾ ഉറങ്ങുന്നോ അപ്പോൾ ഉറങ്ങട്ടെ. എന്തായാലും ടാരോ റീഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, കണ്ടുകൊണ്ടിരിക്കാൻ ബോറടിക്കില്ല. തലവേദന ഒന്ന് മാറിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എക്സോസ്റ്റഡ് ആയതുപോലത്തെ ഫീലിംഗ് ആണ് തലവേദന വന്ന്. വിശപ്പും ദാഹവും ശരീര ക്ഷീണമൊന്നും അറിയുന്നില്ല, പക്ഷെ തലവേദന കുറച്ച് കടുപ്പമായിപ്പോയി. കണ്ണും കൂടി വേദന എടുത്തിട്ട് വയ്യ. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇതിന് വേണ്ടി എടുക്കുന്നതായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ, പരാതിയൊന്നും ആരോടും പറയാൻ പറ്റില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നാളെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ. ഞാൻ കുളിച്ചു, കോവിലിൽ പോയി തൊഴുതു, 8:15 തീർത്ഥം കുടിച്ചു. തുളസി തീർത്ഥം അവിടെ നിന്ന് വാങ്ങി കുടിച്ചിട്ട് കടയിൽ നിന്ന് ഒരു ചെറിയ ഫ്രൂട്ടി പോലത്തെ വെള്ളവും വാങ്ങിച്ച് കുടിച്ചു. ഫ്രൂട്ടി അല്ല, അതില്ലായിരുന്നു, അതുകൊണ്ട് വേറെ എന്തോ ഒരു വെള്ളവും വാങ്ങിച്ച് കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഇനി ഇതാ നല്ല എന്തെങ്കിലും ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. ഞാൻ ഉച്ചയ്ക്ക് വൈകിട്ടോ വീഡിയോ എടുക്കുമ്പോൾ പറയാം എന്താണ് കഴിച്ചതെന്ന്. മിക്കവാറും സവോള വെളുത്തുള്ളി അങ്ങനെയൊന്നും ഇടാത്ത ഫുഡായിരിക്കും ഇന്ന് കഴിക്കുക, ഇന്നും കൂടി. അപ്പോൾ സവോള ഇടാതെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കണം. പാല് കാച്ചി കുടിക്കും. പാലിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കില്ല, പഞ്ചസാര മാത്രമേ ചേർക്കുള്ളൂ. എന്നിട്ട് ഇന്ന് രാവിലെ അങ്ങനെ കഴിയും. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു നേരത്തെ അരി ആഹാരം കഴിക്കും. തൈരുണ്ട്, അപ്പോൾ ചോറും എന്തെങ്കിലും അച്ചാറോ എന്തെങ്കിലും കൂട്ടി അത് കഴിക്കും. പിന്നെ വൈകുന്നേരം രാത്രി വീണ്ടും ചപ്പാത്തിയും കറിയോ അല്ലെങ്കിൽ ചപ്പാത്തി ഉള്ളിക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പുമാവോ എന്തെങ്കിലും, മിക്കവാറും ഉപ്പുമാവ് എന്തെങ്കിലും ലൈറ്റായിട്ട്
ഇന്നും കഴിക്കും. അതോടെ വ്രതം അവസാനിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് അർച്ചനയ്ക്കൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ദൈവം പ്രാർത്ഥന അനുഗ്രഹിക്കും, കേൾക്കും എന്നൊക്കെ ഞാൻ വിശ്വസിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. തലവേദന മാത്രമായിരുന്നു പ്രശ്നം. ഇന്ന് രാവിലെ എണീറ്റപ്പോഴും ചെറിയ തലവേദന ഇല്ല, ഇന്ന് രാവിലെ ഇല്ലായിരുന്നു. ഇന്നലെ ഉറങ്ങും വരെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിയായി. ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് തലവേദനയൊന്നും എടുക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ തലേ ദിവസവും വ്രതം ആയതുകൊണ്ട് പാലാണ് കുടിച്ചത്, ചായ കുടിച്ചില്ല. അപ്പോൾ ചായ കുടിച്ചില്ല, കോഫി കുടിച്ചില്ല. കോഫി ശീലമില്ല, എന്നാലും ചായ കുടിച്ചില്ല. ഇന്നലെ ചായ കുടിച്ചില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തലവേദന വന്നത്. എനിക്കങ്ങനെ വരാറില്ല. പിന്നെ ഇനി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡും കൂടി കഴിക്കാതിരുന്നപ്പോൾ ട്രിഗറായി കാണും, അതുകൊണ്ടായിരിക്കും വന്നത്. എന്തായാലും അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞാൻ പോയി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ എല്ലാവർക്കുമായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഒരു അപ്ഡേറ്റ് പോലെ ഒരു വീഡിയോ എടുക്കാം. ഇന്നിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇന്നും തുളസി പറിച്ചുകൂടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറിച്ച് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതാണ് ഇന്നും കൂടെ കോവിലിൽ പോയി തന്നെ മുറിക്കാം എന്ന് വിചാരിച്ച് വ്രതം അവിടെ പോയി മുറിച്ചത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനൊരു 3:30-4 മണിയായപ്പോൾ കിടന്ന് ഉറങ്ങി കുറച്ച്. ഇന്നിപ്പോൾ വ്രതം കഴിഞ്ഞു, എന്നാലും നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല. അരിയാഹാരവും വലുതായിട്ട് അങ്ങനെ ഇന്ന് കഴിച്ചിട്ടില്ല. ഗോതമ്പ് അങ്ങനെയൊക്കെയാണ്. പിന്നെ 2 വാഴയ്ക്കപ്പവും ചായയും കൂടെ കഴിച്ചു. അപ്പോൾ അതിലിനി ദോശമാവ് അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ട് അരിയാഹാരം അത് തന്നെ അരി ആഡായി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് വാഴയ്ക്കപ്പമായിരുന്നു. അപ്പോൾ അതിൽ ചിലപ്പോൾ ദോശമാവ് ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇനി അരിയാഹാരം ഒന്നും കഴിക്കുന്നില്ല. രാത്രി എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇനി വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. ഇത്രയാണ് എൻ്റെ ഒരു നിർജ്ജല ഏകാദശി വ്രതം ആയിരുന്നത്. ഇനി രാത്രി കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ പാല് കാച്ചി കുടിക്കുകയോ. പാലാണ് കാച്ചി കുടിച്ചത്, ചായയല്ല. വാഴയ്ക്കപ്പത്തിൻ്റെ കൂടെ പാലാണ് കാച്ചി കുടിച്ചത്. ചായ ഇന്നും കൂടെ ഒഴിവാക്കാൻ വിചാരിച്ചു. ചായയും കോഫി അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ എൻ്റെ ആഗ്രഹം നടന്നാൽ 2 ആഗ്രഹമുണ്ട്. അതിലൊന്ന് എനിക്ക് ഒരിതാണ്, ഒരു ആഗ്രഹം പറയാൻ പറ്റും. അപ്പോൾ ആ ആഗ്രഹം ഞാൻ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം, വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത്. അപ്പോൾ എന്തായാലും ഞാൻ ആഗ്രഹമൊക്കെ വിചാരിച്ച് വ്രതം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റായി. കുറച്ച് ടഫായിരുന്നു, എന്നാലും ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.